ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരേണ്ട രണ്ട് മന്ത്രങ്ങൾ, രണ്ട് സെൻസറുകൾ ഓൺ ആവണം. ഒരു സെൻറ്റൻസ് മലയാളത്തിൽ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഉടനെ രണ്ട് സെൻസറുകൾ ഓൺ ആവണം. അതേതാണ്? വെൻ ആൻഡ് ഹൗ. എപ്പോഴാണ്, എങ്ങനെയാണ് ആ ആക്ഷൻ നടക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ തീരുമാനിക്കണം ബേസ് ഫോം വേണോ, പാസ്റ്റ് ഫോം വേണോ, ING ഫോം വേണോ, ഈസ് ആറിലുള്ള ഏതെങ്കിലും യൂസ് ചെയ്യണോ, ഹാസ് ഹാവിലുള്ളത് യൂസ് ചെയ്യണോ, വില്ല് യൂസ് ചെയ്യണോ, ഹാഡ് യൂസ് ചെയ്യണോ, ബീയിങ് യൂസ് ചെയ്യണോ, ബീൻ യൂസ്. ഇതൊക്കെ വരുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഒരു കാര്യം എപ്പോഴാണ് നടക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്, ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ഏത് സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോഴും ഈ രണ്ട് സെൻസർ ഓൺ ചെയ്യുക. അതിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഇത് ഇന്ന ടൈപ്പാണെന്ന് മനസ്സിലാവും. അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് അത് ഉണ്ടാക്കാം. സോ ഇപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഈ വെൻ ആൻഡ് ഹൗവിലൂടെ പോകുമ്പോൾ റെപ്പിറ്റേഷനോ ഹാബിറ്റ് പോലെയോ ആണെങ്കിൽ, അതല്ല ഒരു അഡ്വൈസോ ഇൻസ്ട്രക്ഷനോ ഡെമോൺസ്ട്രേഷനോ രൂപത്തിലുള്ളതാണെങ്കിൽ, അതല്ല ഒരു ജനറൽ ട്രൂത്താണ് പറയുന്നതെങ്കിൽ, അതല്ല ഒരു ഫീലിങ്ങോ ഇമോഷനോ ആണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ, അതുമല്ല ഒരു ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻ പോലെയോ അല്ലെങ്കിൽ ഒരു പ്ലാൻഡ് ഷെഡ്യൂൾഡ് ഫ്യൂച്ചർ ആക്ഷനോ ആണ് എന്ന് നമുക്ക് ആ സെൻസറിൽ നിന്ന് നമുക്ക് സിഗ്നൽ കിട്ടുകയാണെങ്കിൽ എന്ത് യൂസ് ചെയ്താൽ മതി? ബേസ് ഫോം യൂസ് ചെയ്താൽ മതി. ഇതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ടോട്ടലി പഠിച്ചത്. 2-3 സ്പീക്കിംഗ് എക്സസൈസസ് ഉണ്ട്, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, ട്രാൻസ്ലേഷൻ ഉണ്ട്.